നമസ്കാരം. കായംകുളത്തെ MLA-യും ഇപ്പോഴത്തെ LDF-ന്റെ സ്ഥാനാർത്ഥിയുമാണ് ശ്രീമതി യു പ്രതിഭ. യു പ്രതിഭയ്ക്കെതിരെ അവിടെ ഒരു പ്രാദേശിക മുസ്ലിം ലീഗ് നേതാവ് റഷീദ് വളരെ മോശമായ പരാമർശം നടത്തി. വാക്ചാതുരിയും ശാരീരിക ഭംഗിയും വിൽപ്പനയ്ക്ക് വെച്ച് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ശ്രമിക്കുന്നു എന്നായിരുന്നു ആരോപണം. ഈ ആരോപണം അങ്ങേയറ്റം ഹീനമാണ്, സ്ത്രീവിരുദ്ധമാണ്, ഒരു തരത്തിലും ഒരു പൊതുപ്രവർത്തകൻ്റെ വായിൽ നിന്ന് വരാൻ പാടുള്ളതല്ല. ഇത് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. കായംകുളത്തെ UDF സ്ഥാനാർത്ഥി ലിജു അടക്കമുള്ളവർ അത് തള്ളിപ്പറഞ്ഞു. അതിൻ്റെ പ്രതിഫലനമായി UDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാത്രമല്ല മുസ്ലിം ലീഗ് അംഗത്വവും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. ഇതിനപ്പുറത്തേക്ക് ഒന്നും UDF-നോ ലീഗിനോ ചെയ്യാൻ സാധ്യവുമല്ല. എന്നാൽ ഇത് ലോകത്തെ ഏറ്റവും വലിയ സംഭവമാണ് എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനുള്ള ഹീന ശ്രമത്തിലാണ് CPM-ഉം LDF-ഉം. ഏതാണ്ട് 217 കോടി രൂപ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി മാത്രം നമ്മുടെ ഖജനാവിൽ നിന്നും ദൂർത്തടിക്കുന്ന പിണറായി ആ ഖജനാവ് വിഹിതം കൈപ്പറ്റിയ നമ്മുടെ ചാനലുകളെ കൊണ്ട് ഇത് ഈ നാട്ടിലെ ഏറ്റവും വലിയ വിഷയമാക്കി മാറ്റുന്നു. ഇതെങ്ങനെയാണ് ഇത്രയും വലിയ വിഷയമാകുന്നത്? ഇതിൻ്റെ പേരിൽ എന്തിനാണ് ബോൾഡ് എന്ന് അവകാശപ്പെടുന്ന ഒരു വനിതാ MLA ഇങ്ങനെ പൊട്ടിക്കരഞ്ഞത്? ഇത്ര നിസ്സാരമായ ഒരു ആരോപണം നേരിടാൻ കെൽപ്പില്ലാത്ത ഒരാൾ എന്തിനാണ് പൊതുപ്രവർത്തനം നടത്തുന്നത്? ഇതിനേക്കാൾ ഗൗരവമേറിയ വിഷയം വന്നപ്പോൾ, അതായത് യു പ്രതിഭയുടെ മകനെ കഞ്ചാവ് കേസിൽ ഉദ്യോഗസ്ഥർ പിടികൂടുന്നു, ആ വാർത്ത പുറത്തേക്ക് വരുന്നു. അന്ന് പൊട്ടിക്കരയാത്ത യു പ്രതിഭ എവിടെയോ ഒരു ഞരമ്പ് രോഗിയായ പ്രാദേശിക നേതാവ് എന്തോ വൃത്തികേട് പറഞ്ഞതിന് പേരിൽ ഇങ്ങനെ പൊട്ടിക്കരയേണ്ടതുണ്ടോ? ഇത്രയും മനക്കെട്ടിയില്ലാത്ത ഒരാൾ പൊതുപ്രവർത്തകയായി ജനപ്രതിനിധിയായി എങ്ങനെ ഈ സമൂഹത്തിൽ പ്രവർത്തിക്കും? മാത്രമല്ല, ഇത് CPM-ന് പുത്തരിയാണോ? ഒരു പ്രാദേശിക നേതാവ് ഇങ്ങനെ പറഞ്ഞപ്പോൾ അയാൾക്കെതിരെ നടപടിയെടുത്ത് മാതൃക കാട്ടി UDF നേതൃത്വം. എന്നാൽ ഇതിനേക്കാൾ ഹീനമായ എത്രയോ വൃത്തികേടുകൾ ഇവിടുത്തെ CPM നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. CPM-ന്റെ ഏറ്റവും മുതിർന്ന നേതാവായ മന്ത്രിയായിരുന്ന MM മണി പറഞ്ഞത് എന്താണ്? ഒരു വനിതാ കോളേജ് പ്രിൻസിപ്പൽ മുറി അടച്ചിരുന്ന് മറ്റേ പണി നടത്തുകയാണ് എന്നാണ് പറഞ്ഞത്. ഇതിനേക്കാൾ വലിയ അശ്ലീലമുണ്ടോ? ഒരു വനിതാ പ്രിൻസിപ്പളെ കുറിച്ച് മറ്റേ പണി നടത്തുകയാണ് എന്ന് MM മണി പറഞ്ഞിട്ട് CPM നടപടിയെടുത്തോ? ഇപ്പൊ കുരുപൊട്ടിയലിക്കുന്ന ഫെമിനിസ്റ്റുകളും ബുദ്ധിജീവികളും പൊട്ടിത്തെറിച്ചോ? എന്താണ് MM മണിയെ പോലും മുതിർന്ന ഒരു നേതാവ് ഒരു വനിതാ പ്രിൻസിപ്പളെ കുറിച്ച് മറ്റേ പണി എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിട്ട് ഒരു നടപടിയും എടുക്കാതിരുന്നതിനെതിരെ പ്രതികരിക്കാത്തത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസ് കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ പോയപ്പോൾ ആ പെൺകുട്ടി അതേ പരുവത്തിൽ തിരിച്ചു വരുമോ എന്ന് ചോദിച്ചത് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായി വിജയരാഘവനാണ്. എന്നിട്ട് ഈ ബുദ്ധിജീവികൾ നിലവിളിച്ചോ, കരഞ്ഞോ, പൊട്ടിത്തെറിച്ചോ, ആരെങ്കിലും ബഹളം വെച്ചോ? ഈ മുതിർന്ന നേതാക്കൾ പറഞ്ഞ അത്രയും വലിയ വൃത്തികേട് ഇവിടെ ലീഗിന്റെ പ്രാദേശിക നേതാവ് പറഞ്ഞോ? ഇല്ല. നോക്കൂ, എന്നിട്ടും ലീഗ് നേതൃത്വം ഇവിടെ നടപടിയെടുത്തു. വിജയരാഘവനും MM മണിക്കും ഒരു കുഴപ്പവും സംഭവിച്ചില്ല. അവർ മുതിർന്ന നേതാക്കളായി ഇപ്പോഴും മറ്റേ വർത്തമാനം പറഞ്ഞു ജീവിക്കുന്നു. വായെടുത്താൽ അശ്ലീലം പറയുന്നതിൽ, സ്ത്രീവിരുദ്ധത പ്രസംഗിക്കുന്നതിൽ അവരൊക്കെ മുമ്പിലാണ്. എന്നിട്ട് ഇതിന്റെ പേരിൽ അവരാരും പൊട്ടിക്കരയാനോ നിലവിളിക്കാനോ പോയില്ല. ഇതൊക്കെ പോട്ടെ, ശ്രീമതി പ്രതിഭ ഇത്തരം സാഹചര്യങ്ങളെ ഇതിനു മുമ്പ് എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? 2020 യു പ്രതിഭയും പ്രാദേശിക DYFA നേതാക്കളും തമ്മിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റുമുട്ടൽ നടക്കുന്നു. യു പ്രതിഭ സ്ഥാനാർത്ഥിയായതും അവർ ഇങ്ങനെ തുടരുന്നതും പ്രാദേശികമായി വലിയ ഭിന്നതയുള്ള വിഷയമാണ്. ഇന്നിപ്പോൾ CPM-ലേക്ക് പുറത്തേക്ക് വന്ന G സുധാകരനുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടായിരുന്നു. ഇത്തരത്തിൽ പല വിഷയങ്ങളും ആ സമയത്തുണ്ടായിരുന്നു. ആ സമയത്ത് പ്രാദേശിക DYFA നേതാക്കൾ സോഷ്യൽ മീഡിയയിൽ പ്രതിഭയ്ക്കെതിരെ പറഞ്ഞപ്പോൾ പ്രതിഭ ഈ വാർത്തയാക്കിയ മാധ്യമ പ്രവർത്തകർ, സ്ത്രീകളടക്കമുള്ളവരെ എന്താണ് വിളിച്ചതെന്നറിയാമോ? ശരീരം വിറ്റ് ജീവിക്കുന്നവരെന്നാണ്. ശരീരം വിറ്റ് ജീവിക്കുന്നവരാണ്. തെരുവിൽ വേശ്യാവൃത്തി ചെയ്യുന്ന സ്ത്രീകൾ ഇതിനേക്കാൾ അന്തസ്സുള്ളവരാണ്, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എന്ന് പറഞ്ഞ് വലിയ അധിക്ഷേപം അവർ ചൊരിഞ്ഞത് മറക്കരുത്. കേൾക്കുക. മാധ്യമ പ്രവർത്തകരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇതിലീ ഭേദം ശരീരം വിറ്റ് ജീവിക്കുന്നതാണ്. ആണായാലും പെണ്ണായാലും തെരുവില് ശരീരം വിറ്റ് നടക്കുന്ന പാവപ്പെട്ട സ്ത്രീകളുണ്ട്. മറ്റു മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരുടെയൊക്കെ കാലിൽ തൊട്ട് നിങ്ങൾ കാല് കഴുകി വെള്ളം കുടിക്കുക ഇത്തരം പണിക്ക് പോകുന്നതിന്. ഇതിനേക്കാൾ വലിയ അധിക്ഷേപമാണോ ലീഗ് നേതാവ് നടത്തിയത്? ഇതേ പ്രതിഭ, അതായത് ഇവിടുത്തെ വനിതാ മാധ്യമ പ്രവർത്തകർ ശരീരം വിറ്റ് ജീവിക്കുന്നവരാണെന്ന് പ്രഖ്യാപിച്ച പ്രതിഭയാണ് ഇന്ന് ഏതോ ഒരു പ്രാദേശിക ഞരമ്പൻ എന്തോ ഒന്ന് പറഞ്ഞതിന് പിന്നിൽ പൊട്ടിക്കരയുന്നത്. അപ്പോൾ ഇവിടുത്തെ വനിതാ മാധ്യമ പ്രവർത്തകർക്ക് സ്ത്രീത്വമില്ലേ? അവരുടെ സ്ത്രീത്വത്തെ എന്ത് വൃത്തികേട് പറഞ്ഞും അപമാനിക്കാൻ പ്രതിഭയ്ക്ക് ലൈസൻസ് ഉണ്ടോ? കമ്മ്യൂണിസ്റ്റുകാരി ആയതുകൊണ്ട് ലജ്ജയുണ്ടോ? ഉളുപ്പുണ്ടോ ഇങ്ങനെയൊക്കെ പറയാൻ? ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല.
തന്റെ മകനെ എക്സൈസുകാർ പിടിച്ചുകൊണ്ടു പോയപ്പോൾ അവരുടെ മേൽ കേസെടുത്തപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മകൻ മാത്രമല്ല പ്രതി, ഒരു സംഘം ആളുകൾ പ്രതി ഉണ്ടായിരുന്നു. മകന് പ്രതിയായിരുന്നു. വഴിയരമ്പിൽ ഇരുന്നു കൊണ്ട്, പാലത്തിന് കീഴിൽ ഇരുന്നു കൊണ്ട് ലഹരി ഉപയോഗിച്ചപ്പോഴാണ് പിടിച്ചുകൊണ്ടുപോയത്. അത് വാർത്തയാക്കി, എക്സൈസ് കേസെടുത്തു. പിന്നീട് പ്രതിഭ CPM നേതാവായതുകൊണ്ട് പിണറായി വിജയന്റെ പോലീസ് ആ പോലീസുകാരെ ശിക്ഷിച്ചു, നടപടിയെടുത്തു. അത് പിണറായിയുടെ പോലീസിങ് അങ്ങനെയാണ്. പക്ഷേ ഇത് വാർത്ത കൊടുത്തപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾക്കെതിരെ എന്തെല്ലാം വൃത്തികേടുകളാണ് പ്രതിഭ പറഞ്ഞത്. അവരവരുടെ പണി ചെയ്തതാണ്. ആ പണി ചെയ്തതിന് എന്തെല്ലാം ചീത്തയാണ് വിളിച്ചത്. മറന്നുപോയവർ അതൊന്ന് കേട്ടു നോക്കുക. അപ്പം മനുഷ്യന്റെ മാംസം ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, തിന്നാണെങ്കിലും ജീവിക്കാമെന്ന് കരുതുന്ന ഒരു കൂട്ടം, കുറച്ച്, എല്ലാ മാധ്യമപ്രവർത്തകരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, കുറച്ച് പേരെങ്കിലും ഉണ്ട്. ആ കൂട്ടത്തിൽ ഇന്ന് 24-ലും ഏഷ്യാനെറ്റിലും ഒക്കെ ഒരു വാർത്ത വന്നു. കഞ്ചാവുമായിട്ട് എൻ്റെ മകനെ പിടിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത വന്നു. അങ്ങനെ ഒരു വാർത്ത കൊടുത്ത നിങ്ങൾ മാപ്പ് പറയണം. കൂടാതെ ആ വാർത്ത നിങ്ങൾ പിൻവലിക്കണം. നിരുപാധികം ആ വാർത്ത പിൻവലിക്കണം. മനുഷ്യന്റെ മാംസം കൊത്തിക്കീറി തിന്നുന്നതിനൊക്കെ നല്ല സുഖമായിരിക്കും അല്ലേ മാധ്യമങ്ങളെ, ചിലർക്കെങ്കിലും. ഈ സമൂഹത്തിലെ ഒരു തെറ്റിന് നേരെ ഫൈറ്റ് ചെയ്യുന്നൊരു സ്ത്രീയായ എന്റെ മകനെ തന്നെ ആ ഒരു വാർത്ത കൊടുക്കുമ്പം അതിലൊരു ചേതോവികാരവും സുഖവും നിങ്ങൾ അനുഭവിക്കുന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നമ്പിനാരായണൻ സാറ് പറഞ്ഞ വാക്കുകൾ കടമെടുക്കുകയാണ്. ഞാനത് വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഒരുപാട് നല്ല മാധ്യമ സുഹൃത്തുക്കൾ എനിക്കുണ്ടല്ലോ, അപ്പൊ അവർക്കൊക്കെ വേദനയാകും. ഇതാണ് CPMന്റെ പാരമ്പര്യം. ഇപ്പോൾ പൊട്ടിക്കരയുന്ന പ്രതിഭയുടെ പാരമ്പര്യം നോക്കൂ. നിഷ പുരുഷോത്തമൻ എന്ന മനോരമ ന്യൂസിന്റെ അവതാരിക, അവർ കോൺഗ്രസ്സുകാരിയാണ് എന്ന് പറഞ്ഞ് എന്തെല്ലാം വൃത്തികേടുകൾ പറഞ്ഞു. നിഷയുടെ ഭർത്താവിനെ കുറിച്ച്, അവരുടെ കുടുംബജീവിതത്തെക്കുറിച്ച് വരെ വൃത്തികേടുകൾ പറഞ്ഞു. അതുപോലെ ഷാനി പ്രഭാകരനെതിരെയും സിന്ധു സൂര്യകുമാറിനെതിരെയും അശ്ലീല പോസ്റ്ററുകൾ ഒട്ടിച്ചു. വനിതാ മാധ്യമ പ്രവർത്തകർ CPMനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അവരെ വെർബൽ റേപ്പ് ചെയ്ത് ശീലിച്ച ഈ CPM നേതാക്കൾക്കെതിരെ, CPM അണികൾക്കെതിരെ എന്തെങ്കിലും നടപടി ഇവർ എടുത്തിട്ടുണ്ടോ? ഇല്ല. ഈ അശ്ലീല കഥയുണ്ടാക്കുക, പ്രചരിപ്പിക്കുക എന്നത് ഇവരുടെ കുത്തകാവകാശമാണോ? ഇതൊന്നും മിണ്ടില്ല, പ്രതികരിക്കില്ല, പ്രതിഷേധിക്കില്ല. ഇപ്പോഴിതാ ഒരു കള്ളക്കരച്ചിലുമായി രംഗത്ത് വന്നു. ഇത് കള്ളക്കരച്ചിലാണ്. വീണ കഴുത്തുളുക്കി എന്ന് പറഞ്ഞ് നിലവിളിച്ചതുപോലെ തന്നെയുള്ള കള്ളക്കരച്ചിലാണ് ശ്രീമതി യു പ്രതിഭയുടെ ഈ നാടകവും. ഇത് തെരഞ്ഞെടുപ്പിൽ തോൽവി ഉറപ്പായപ്പോൾ വേഷം കെട്ടുന്നതാണ്. M. ലിജു കഴിഞ്ഞ 3 തവണ തോറ്റുപോയി. അദ്ദേഹം ഒരിക്കൽ കൂടി മത്സരിക്കുന്നു. ഇത് ഇത്തവണയും അദ്ദേഹം തോറ്റാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അനുകൂലമായ ഒരു സഹതാപ തരംഗമുണ്ട്. എന്ന് മാത്രമല്ല, G. സുധാകരൻ പിണറായി സത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് പുറത്തേക്ക് വന്നു. സുധാകരൻ അമ്പലപ്പുഴയിൽ മത്സരിക്കുന്നു. അതിൻ്റെ ഒരു ഇമ്പാക്ട് കമ്മ്യൂണിസ്റ്റുകാർക്കിടയിലുണ്ട്. അങ്ങനെ ആലപ്പുഴ അടിമുടി കൈവിടുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. മികച്ച സ്ഥാനാർത്ഥികളെയാണ് ആലപ്പുഴയിൽ അടക്കം കൊണ്ടുവന്നിരിക്കുന്നത്. ചെങ്ങന്നൂരിൽ സജി ചെറിയാൻ ഒഴികെ, ഒരുപക്ഷെ മാവേലിക്കരയിലെ അവരുടെ അരുൺകുമാറും ഒഴികെ ആലപ്പുഴയിലെ ഒട്ടുമിക്ക സീറ്റുകളും നഷ്ടപ്പെടുന്ന സാഹചര്യമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചലനം ഉണ്ടാക്കുന്നത് M. ലിജുവാണ്. ലിജുവിന് അനുകൂലമായ ഒരു തരംഗം കായംകുളത്ത് രൂപപ്പെടുന്നു. തോറ്റുപോകുമെന്ന ഭയം തലയിൽ കയറിയപ്പോൾ അവസാനത്തെ അടവാണിത്. പണ്ട് SFIക്കാർ നടത്തിയ അടവ്. പെൺകുട്ടികളുടെ സഹതാപം കിട്ടാൻ വേണ്ടി ഉടുപ്പ് വലിച്ചു കീറുന്ന ഒരു ഇടപാടുണ്ടായിരുന്നു പണ്ട് SFIക്ക്. പിന്നീടാണ് SFI മർദ്ദിക്കുന്ന ധീരന്മാരായി മാറി വോട്ട് പിടിക്കാൻ തുടങ്ങിയത്. അത് മുമ്പ് വരെ SFIക്കാർ അടികൊണ്ടേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നവരായിരുന്നു. ഇതിന്റെ ഒരു തനിയാവർത്തനം തന്നെയായിരുന്നു വീണ ജോർജ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ നാടകവും. ഈ നാടകമൊക്കെ തിരിച്ചറിയാനുള്ള വിവേകം ഈ നാട്ടിലെ മനുഷ്യർക്കുണ്ട്. ഈ കള്ളക്കണ്ണുനീർ ആരെയും സഹതപിപ്പിക്കുന്നില്ല. പറഞ്ഞത് മോശമാണ് എന്ന് പറയുമ്പോഴും ഇതിന്റെ പേരിൽ മുതലെടുക്കാൻ ശ്രമിക്കുന്നതും നാടകം നടത്തുന്നതും അങ്ങേയറ്റം ഹീനകൃത്യമാണ്. അതിന്റെ പേരിൽ വോട്ട് അട്ടിമറിക്കാമെന്ന് ശ്രമിക്കുന്നത് അങ്ങേയറ്റം വൃത്തികേട്. CPMന് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തന്ത്രമുണ്ട്. അവരുടെ വിഷയങ്ങളൊന്നും ഉയർന്നു വരരുത്. ശബരിമല അടക്കമുള്ള CPMന്റെ അഴിമതികളും തട്ടിപ്പുകളും ഓർക്കുമ്പോൾ ജനങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്ന വിഷയങ്ങൾ ചർച്ചയാവരുത്. അതുകൊണ്ട് ഓരോ ദിവസവും ഓരോ വിഷയം അവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. ആ വിഷയം 1-2 ദിവസം നിലനിർത്തും, അടുത്ത വിഷയം ഉണ്ടാക്കും. ഈ പാണക്കാട് തങ്ങളുടെ അശ്ലീല വീഡിയോ ഉണ്ടാക്കി പ്രചരിപ്പിച്ചത് അങ്ങനെ ഒരു ദിവസം രക്ഷിച്ചെടുക്കാനാണ്. ഇപ്പോഴിതാ പ്രതിഭയുടെ പേരിൽ പറഞ്ഞ 1-2 ദിവസം കൂടി ഇത്തരത്തിലുള്ള കള്ളക്കഥകൾ ഇവർ ഓരോ ദിവസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കാലം മുഴുവൻ ദിവസവും ചാനലുകളെ മുമ്പിൽ നിർത്തിക്കുന്ന ഒരു നാടകം ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ചാനലുകൾക്ക് വിഹിതം കിട്ടുന്നുണ്ട്. മാധ്യമ പ്രവർത്തകർക്കല്ല, ചാനലുകൾക്ക് വിഹിതം കിട്ടുന്നുണ്ട് പിണറായിയുടെ. അതുകൊണ്ട് അവർ ഈ വൃത്തികേടിന് കൂട്ടുനിൽക്കുന്നു. എന്തായാലും പ്രതിഭയുടെ നാടകം ചീറ്റുമെന്ന് ഉറപ്പാണ്. ഇതിനേക്കാൾ വൃത്തികേടുകൾ പറഞ്ഞ CPM നേതാക്കൾ, ഇതിനേക്കാൾ വലിയ വൃത്തികേട് പറഞ്ഞ പ്രതിഭ, എന്നിട്ട് ഇവർ മോങ്ങിയാൽ ആ മോങ്ങൽ കള്ളമോങ്ങലാണ്, കള്ളക്കണ്ണീരാണെന്ന് തിരിച്ചറിയാനുള്ള വിവേകം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്.